റഷീദ്, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതായത് പാകിസ്ഥാന് IMFന്റെ സഹായം, അതായത് 8,500 കോടി രൂപയുടെ വായ്പാ സഹായമുണ്ട് എന്ന് പറയുന്നു. അതായത് 7 ബില്യന്റെ രണ്ടാം ഗഡുവാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അബ്ദുൾ റഷീദ്, അതായത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് IMFൽ ഇന്ത്യ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് IMFൽ നിന്നുള്ള ഈ സഹായം അത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഭീകരവാദത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഇന്ത്യ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ IMFന്റെ സഹായം പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി വരുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് അബ്ദുൾ റഷീദ്? നിർണായകപരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ IMF ഫണ്ട് പാകിസ്ഥാന് നൽകരുത് എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. IMFന്റെ യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള യോഗങ്ങളും അതോടൊപ്പം വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ മാറി നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ IMF ഫണ്ട് പാകിസ്ഥാന് വേണ്ടി നൽകിയിരിക്കുകയാണ്. 8,500 കോടി രൂപയുടെ വായ്പാ സഹായമാണ് നൽകിയിട്ടുള്ളത്. അതായത് നേരത്തെ നൽകിക്കൊണ്ടിരിക്കുന്ന 7 ബില്യന്റെ രണ്ടാം ഗഡുവായാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഫണ്ട് പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനത്തിനും അതോടൊപ്പം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ആരോപണം ഇന്ത്യ ഉയർത്തുകയും ചെയ്തിരുന്നു. ചില പ്രാദേശിക മാധ്യമങ്ങൾ, അതായത് പാകിസ്ഥാനിലെ തന്നെ ചില പ്രാദേശിക മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്രപരമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുക എന്ന ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന് അതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. രണ്ടാം ഗഡുവായിട്ടാണ് 8,500 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വലിയ വിമർശനങ്ങൾ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ പ്രതിനിധി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പാകിസ്ഥാനിലേക്ക് നൽകുന്ന കോടിക്കണക്കിന് രൂപ പ്രധാനമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ നൽകുന്ന സഹായങ്ങൾ പ്രധാനമായും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയും ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ IMF കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തണം. പ്രത്യേകിച്ചും നിലവിൽ നൽകിയിട്ടുള്ള പണം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണം പാകിസ്ഥാനിൽ നിന്നും നേടാൻ ഇന്ത്യ IMFന്റെ മേധാവികളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. ഇപ്പോൾ 8,500 കോടി രൂപയുടെ ധനസഹായമാണ് IMF ധനസഹായമാണ് ഇപ്പോൾ പാകിസ്ഥാന് ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിങ്ങനെയാണ്. അതായത് നമുക്കറിയാം, നിലവിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു രാജ്യമായിരുന്നു. ഒരു പക്ഷേ ഇമ്രാൻഖാൻ ഭരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ജനങ്ങളുടെയൊക്കെ രോഷം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പല ഘട്ടത്തിലും ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ഒക്കെ സാധാരണക്കാരായ ജനങ്ങളെ തള്ളിവിടുന്ന രീതിയിലായിരുന്നു ഇമ്രാൻഖാന്റെ പ്രവർത്തനം എന്ന രീതിയിൽ ജനരോഷമൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് IMFന്റെ സഹായം തേടുന്നതും ആദ്യ ഗഡു അനുവദിക്കുന്നതും. ഒരു പക്ഷേ രണ്ടാം ഗഡു ഇത്തരത്തിൽ നൽകുമ്പോൾ IMFന്റെ മുന്നിലുള്ളത് ഒരു പക്ഷേ പാകിസ്ഥാന്റെ ഈ പറഞ്ഞ സ്ഥിതിഗതികളൊക്കെ ആയിരിക്കില്ലേ? ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിൽ പണം നൽകി സഹായിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് IMF എത്തുന്നത്? ഭദ്ര, തീർച്ചയായും നിലവിൽ പാകിസ്ഥാൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പരിശോധിക്കുകയാണെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖല കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഇത്തരത്തിൽ IMFൽ നിന്നും ലഭിക്കുന്ന ഈ പണം നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളിലേക്ക് തന്നെയാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ സൈനിക
മേധാവികൾ അടക്കം അതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ, അതായത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ പിരിമുറുക്കം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നൊരു ആവശ്യം പാകിസ്ഥാൻ IMFന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ആവശ്യം IMF അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ വിവിധ മേഖലകളിലേക്കും അതോടൊപ്പം മറ്റു രാജ്യങ്ങളിലും പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടിയാണ് IMF നൽകുന്ന ധനസഹായം പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എന്നൊരു കണ്ടെത്തലിലേക്ക് രാജ്യം എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം IMFന്റെ മുന്നിൽ ഇന്ത്യ വെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ 8500 കോടി രൂപ അത് ഇനി പാകിസ്ഥാൻ എന്തിനു വേണ്ടിയായിരിക്കും വിനിയോഗിക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇന്ത്യയുമായുള്ള ഒരു നയതന്ത്ര പ്രശ്നം, ആഭ്യന്തര പ്രശ്നം അടക്കം നിലനിൽക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ രൂക്ഷമാകുന്ന ഈ ഒരു ഘട്ടത്തിൽ IMFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ധനസഹായം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരെ എങ്ങനെ തിരിച്ചടിക്കണമെന്ന ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഒരു പക്ഷേ ഇന്ത്യക്ക് ഒരു തിരിച്ചടി നൽകുന്നതിന് വേണ്ടിയായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിനും അതോടൊപ്പം ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമീകരണങ്ങൾ സൈന്യത്തിലടക്കം നൽകുന്നതിനും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടികളിലായിരിക്കും ഈ 8500 കോടി രൂപയും വിനിയോഗിക്കുക എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ നയതന്ത്ര വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ വലിയ ആശങ്ക ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഈ ഭീകരവാദത്തിന് വേണ്ടി മാത്രം പാകിസ്ഥാൻ സർക്കാർ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കാജനകമായി നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. നേരത്തെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പും ജമ്മു കാശ്മീരിലെ അടക്കം നിരവധിയായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫണ്ട് പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. ISIയുടെയും അതോടൊപ്പം ലഷ്കർ ഇ തൊയ്ബയുടെയും ഈ ഭീകര സംഘടനയെ വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഊർജം എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യവും അതോടൊപ്പം പാകിസ്ഥാൻ നൽകുന്ന ഈ ധനസഹായവും തന്നെയാണ്. അത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് പണം ചിലവഴിക്കുന്ന ഒരു സമീപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഈ ഒരു IMFന്റെ മുമ്പാകെ ഇത്തരത്തിലൊരു വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ IMF 8500 കോടി രൂപ ധനസഹായം പാകിസ്ഥാന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്.